അപ്പോൾ നമ്മളിന്ന് എരുന്ത് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എരുന്ത് പിടിച്ചാൻ വേണ്ടി വന്നതാണ്. രാവിലെ 5 മണിക്ക് നീച്ച് വന്നപ്പോൾ കേട്ടോ. എരുന്ത് കിട്ടുമോ ഇല്ലയോ നോക്കുക. അതെന്താ വെച്ചാൽ പോരാ. ആ പാക്കേജിനുള്ളിൽ കൂടെ ചാടുവോ? ഈ ബക്കറ്റ് ഫുള്ളാക്കണല്ലോ. നമ്മളെ വാൾ ഫാനിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പിടിക്കാൻ എളുപ്പം അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നുണ്ട്. ഏകദേശം 1/2 ബക്കറ്റായില്ല. അപ്പം ഞാൻ കയറി കേട്ടോ. ഒരു പൗതി കിട്ടി. ജോല് പരിശ്രമിച്ച് നോക്കുന്നുണ്ട്. വെയിൽ ചൂടായി തുടങ്ങിട്ടോ. 5 മണിക്ക് വന്നതാണ്. 6:30 ആയപ്പോൾ ഇവിടെ എത്തി. ഏകദേശം 10 മണി കഴിഞ്ഞു. അപ്പോൾ വേലോടാ പൊന്തിയിട്ടില്ല. വേല് പൊന്തിയിട്ടില്ല. ആ പൊന്തി. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ടോ? ഒരു എത്രല്ലാണോ? ഒരു 50 ഉണ്ടാവില്ല. ഉണ്ടാവില്ല. അപ്പൊ എത്ര ഇറച്ചി കിട്ടും? 2 കിലോ കിട്ടും. 3 കിലോ ഉണ്ടാവില്ല. നമ്മളെ റാന്തലമീർ പതിവ് പോലെ കുറെ വിറക് കൊപ്പിച്ചു. ഇത് ഫുള്ള് വാര. ഇത് തിളക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തുറന്നു വരുമല്ലോ. നമ്മളെ ഒരു ചെമ്പട്ടിയിൽ കൊള്ളാത്തോണ്ട് അണ്ടർത്തിക്ക് ആക്കി കൊണ്ടോ. അതിങ്ങനെ തുറന്നു വരുമ്പോഴേ കുറച്ച് ഗ്യാപ്പാണ്. നമ്മൾ ഫുള്ളിന് നിറച്ചിടാൻ പാടില്ല. ഉള്ളി തക്കാളി നല്ലോണം കഴുകണം. വിറക് കൊടുന്നോ? വിറക് ഇപ്പം പഞ്ചല്ലോ. ഇവിടെ ഒന്ന് വലിച്ചേ ഇതേ എടുക്കണം. മരത്തുമ്പോൾ എടുക്കണം. ഇഷ്ടം പോലെ വിറക്. നല്ല വെളുത്തുള്ളി. വെളുത്തുള്ളി പക്ഷെ മുളക് എരിവ് കമ്മിയുള്ള മുളകാട്ടത്. കുഞ്ഞ മുളക് കുട്ടികളാണ്. മുളകിൻ്റെ കുട്ടികളാണ്. പക്ഷെ മുളക് എരിവില്ല. എന്തൊക്കെ ഇഞ്ചിയോ? ഇതിൽ പച്ചമുളക്, ഉള്ളി. അപ്പൊ ഏകദേശം ഇങ്ങനെ തുറക്കാൻ തുടങ്ങിയാ ഓപ്പൺ ആയാലും തുടങ്ങി. ഇനിയാണ് പണി. അതെ, സംഭവം നല്ല ചൊറുക്കും ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. പക്ഷെ ഈ പണി ഒരു പണിയാണ്. നല്ല ക്ഷമ വേണല്ലേ. പൊളിക്കല് അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് പണി. നമ്മളെ ക്യാമറാമാനോനെ വിളിച്ചിറങ്ങിക്കണു. ക്യാമറ മാറ്റി ചെയ്ത് വിളിച്ചിറങ്ങിയതാണ്. ഇതൊക്കെ കലക്കും അല്ലേ. നമ്മളതിക്കുള്ള തക്കാളി, വല്യുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ റെഡിയായി. പുതിന അരിയണു. പുതിന അരിയണു. ഇതിപ്പോ ചോറുകളാണ് പൊളിച്ചു കഴിഞ്ഞു കേട്ടോ. പരിപ്പുണ്ട്.
തകർക്കൂല വെച്ചോ. സാധനം ഫുള്ള് റെഡിയായി. ചൂടുവെള്ളത്തിൽ നല്ലോണ്ട് കഴുകണം. 2-3 പ്രാവശ്യമൊക്കെ കഴുകണം. അപ്പോൾ സാധനം ഫുള്ള് റെഡിയായി. ചോർക്കുളുപ്പ് നല്ല അരി കേട്ടോ. 2 പ്രാവശ്യം കഴുകണ അരി. അവിടെ കട നെയ്യ് കുറച്ച് വെച്ചു. നെയ്യായാലും വിളിച്ചാലും കുഴപ്പമില്ല. അതിലേക്ക് ഉള്ളി, അപ്പോൾ ചോറക്കുള്ള അരി ഇടുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുക്കിങ്ങുകാരാണ്. അതെ. അപ്പോൾ എല്ലാവർക്കും റങ്കാണ്. എന്താ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കാറാണ്. അങ്ങനത്തെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ ഒരു താല്പര്യമാണ്. അപ്പോൾ നമുക്ക് ഒരാളായിട്ട് ഇതിലിങ്ങനെ വരാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാവരും ചെയ്യാമെന്ന് മാത്രം. പക്ഷേ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. മുളകും പൊടി മതി. ഫിഷ് മസാല പിന്നെ കാശ്മീരി ഇട്ടത്. കുരുമുളക് വേണം, മല്ലിപ്പൊടി വേണം, ഫിഷ് മസാലയും വേണം. എടുത്തത് മീൻ മസാല, ഫിഷ് മസാല, മീൻ മസാല. മതി മതി മതി. കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പോണില്ല. അങ്ങനെ ചെറിയ പൊട്ടിക്കൽ പിടിച്ചിട്ട് കാര്യമില്ല. മല്ലിപ്പൊടി കുറച്ചുണ്ടായിക്കോട്ടല്ല. മസാല, ഗരം മസാല, കുറച്ച് തൈര്. മതി മതി. ഇതാണ് ഇപ്പോൾ പാകം. ഇണക്കില് ഇന്ന് ഇളക്കി. ഇതിപ്പോൾ ഒരു ഹാഫ് വേവ് ആയിക്കണം കേട്ടോ. ഈ ബാക്കി നമ്മൾ ചോറ് ദമ്മിടുമ്പോഴുള്ള വേവിൻ്റെ ആവശ്യമുള്ളൂ. ദമ്മിടാണ്. അപ്പോൾ നമ്മളെ ഏകദേശം ബന്ധു നല്ല ഉഷാറായിട്ട് ദമ്മിടാലോ. മരുന്നെവിടെ? പൊതിയല്ലേ ദമ്മിലുള്ള അരില്ല. ഫുള്ള് തട്ടില്ല. നമ്മൾ പരത്തിട്ടാണ്. ഓക്കെ മതി മതി മതി. മസാല എല്ലാം ഇല്ലേ? ഓക്കെ തുറന്നു. ഫുള്ള് ചോറിടും. നെയ്യ് 1 kg. അതിലോട്ട് ദമ്മിടാ. ഇനി ദമ്മിടാ. ഞാൻ ഉസാറായിട്ടാണ് ദമ്മിടുക. ഇത് കൊള്ളിരുന്ന് വെച്ചാൽ മതിക്കേ. ഇത് നോക്കട്ടോ. അത് തന്നെ വെള്ളം തന്നെ കഴിക്കാനല്ല. പാത്രങ്ങളൊക്കെ കഴുകാം.
ബിരിയാണി ആകുമ്പോൾ പിന്നെ തൈരും അച്ചാറും ഇല്ലാത്ത മലപ്പുറത്തേക്ക് ബിരിയാണി ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ തൈരുക്കുള്ള എല്ലാ സലാഡും എത്ര നേരം വയ്ക്കാലും അതുണ്ടാക്കും. ഞങ്ങൾ കുറച്ച് കുരുമുളകിന് പൊടി, ഉപ്പും സലാഡ്, കുറച്ച് തൈരാണ് ഒഴിച്ചു വെച്ചത്. നല്ല വയനാട്ടുണ്ടോ അവിടെ ചാടിക്കാളെ അതിനെടുത്തോ കാണാൻ പോണേ സൗണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് കിട്ടാൻ ഒരു 3-4 സൈഡ് എടുക്കണ്ട. അങ്ങനെ ഇന്റെ സൈഡിക്ക് കമ്മിയാട്ടോ. ഫിഷ് മസാല ഇട്ടതോട് ശരിക്ക് ഒറിജിനൽ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അല്ല ഫിഷ് മസാല ഇട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഇത്ര രസം ഉണ്ടാവില്ല. നമ്മളിത് മീനിൻ്റെ ഒരു കായലിൽ പോയി പിടിക്കുമ്പോൾ മീനിൻ്റെ ഒരു ഇതിലെ പോയി ഉപ്പ് വെള്ളം ആകുമ്പോൾ ഇപ്പം നമ്മൾ ഫിഷ് മസാല ഇടണം. അതുകൊണ്ടാണ് അടിപൊളി. ഇതൊക്കെ തിന്നാൻ എന്താ പ്രശ്നം അറിയണത്? ഇത് എന്നും തിന്നാൻ തോന്നും. പക്ഷെ എന്നും നമുക്ക് നേരം ഉണ്ടാവില്ലോ ഇങ്ങനെ പിടിച്ചു കൊടുക്കാൻ ഉണ്ടാക്കാൻ. നേരം ഉണ്ടാവില്ല മാത്രമല്ല ഒരു 5 ആക്കുള്ള കക്കട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ പഴുക്കണം. ആകെ കിട്ടേണ്ടത് ഒരു 2 കിലോ 3 കിലോ ഇറച്ചി കിട്ടുള്ളൂ. അത് 5 ആൾ പോയി കഴിഞ്ഞാൽ ഇത് എന്ത് പിടിക്കണം. അതിൻ്റെ വേലിയിറക്കണ്ടെങ്കിലും കിട്ടുള്ളൂ. വേലിയേറ്റം. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ പിടിച്ചു കൊടുന്ന് കണ്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കേണ്ടത്. അടിപൊളി ടേസ്റ്റ്.